റിനു ശ്രീധർ കൂടി ചേരുന്നു വിശദാംശങ്ങളുമായി. റിനു, ഇപ്പോൾ ആനന്ദ്കുമാർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി തള്ളിയിരിക്കുന്നു. മുഖ്യപ്രതി എന്നൊരു നിലയിലേക്ക് തന്നെ കോടികൾ തട്ടിപ്പ് നടത്തിയതിന് പിന്നാലെ തെളിവുകളെല്ലാം ആനന്ദ്കുമാറിനെതിരായി വരുന്നൊരു സാഹചര്യം കൂടിയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പാതിയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ ആനന്ദ്കുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ നിലവിൽ ക്രൈംബ്രാഞ്ച് നിരവധി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരുന്നെങ്കിലും ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യുവാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുവാനോ തീരുമാനിച്ചിരുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ചെയ്തിരുന്നില്ല. പക്ഷേ ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി നിർണായകമായിട്ടുള്ള ഒരു ഇടപെടലിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നിരിക്കുന്നു. ആനന്ദ്കുമാറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇൻസ്പെക്ടർ മാത്രമാണ് അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായത്. ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം കസ്റ്റഡിയിൽ എടുത്തതാണ് എന്നുള്ള വിവരം അറിയുന്നത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് ഒരു ദേഹാസ്വസ്ഥം ഉണ്ടായി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് ഈ പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഓഫർ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനന്തകൃഷ്ണനും അതുപോലെ ആനന്ദ്കുമാറും നടത്തിയത് എന്നുള്ളതാണ്. ഇതിൽ ആനന്ദ്കുമാറിനെ ഒന്നാം പ്രതിയാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നിലവിൽ ഈ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിർണായകമായിട്ടുള്ള ഇടപെടലിലേക്കാണ് പോയത്. കാരണം അവർ വലിയ രീതിയിലുള്ള ക്രൈംബ്രാഞ്ച് അതുപോലെ തന്നെ കേരള പോലീസും FIRകൾ രജിസ്റ്റർ ചെയ്ത് ക്രൈംബ്രാഞ്ച് അടക്കം അന്വേഷണം ആരംഭിച്ചെങ്കിലും തുടർ നടപടികളിലേക്ക് പോയിരുന്നില്ല. പക്ഷേ ED കൃത്യമായി തുടർ നടപടികളിലേക്ക് പോയി. സായിഗ്രാമിലും അതുപോലെ തന്നെ ഇവരുടെ വീട്ടിലും, അതായത് ആനന്ദകുമാറിന്റെ വീട്ടിലടക്കം എത്തി പരിശോധന നടത്തുകയും നിർണായക തെളിവുകളും രേഖകളും കൈക്കലാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കൊച്ചിയിൽ ഈ പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ചില പരിശോധനകളും നടത്തിയിരുന്നു. പക്ഷേ ഇതിലെ മുഖ്യപ്രതിയായിട്ടുള്ള ആനന്ദ്കുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുവാനോ തുടർ നടപടികളിലേക്ക് പോകുവാനോ ചെയ്തിരുന്നില്ല. സാധാരണഗതിയിൽ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ആന്റിസിപ്പേറ്ററി ബെയിൽ നൽകുന്ന സാഹചര്യത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്തുകൂടാ എന്നുള്ള നിയമം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു മറുപടി അല്ലെങ്കിൽ തീരുമാനം കോടതി പറയുന്നത് ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് സാധാരണഗതിയിൽ അന്വേഷണ സംഘം വീക്ഷിക്കാറുണ്ട്. അത്തരം ഒരു സാഹചര്യം കണക്കിലെടുത്താണ് അറസ്റ്റ് നടപടികൾ മുന്നോട്ട് പോകാത്തത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, തിരുവനന്തപുരം സെഷൻസ് കോടതി. അതിന് തൊട്ടു പിന്നാലെയാണ്, ഏകദേശം മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് ആനന്ദ്കുമാറിനെ കസ്റ്റഡിയിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. റിനു, കണ്ണൂർ സീഡ് സൊസൈറ്റിയിലെ വനിതാ അംഗങ്ങൾക്ക് CSR ഫണ്ട് ഉപയോഗിച്ച് തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപ, ആ തട്ടിപ്പിന്റെയൊക്കെ പ്രധാന കണ്ണിയായി, പ്രധാന മുഖ്യപ്രതിയായി തന്നെ KN ആനന്ദ്കുമാർ മാറുന്നു. അതിനുള്ള കൃത്യമായ തെളിവുകൾ കോടതിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം വലിയ ഒരു തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, ഏകദേശം 3000-ലധികം കോടിയുടെ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ച് വലിയ രീതിയിൽ ഈ ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറുകയും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ചെയ്തത്. തുടർന്നാണ് ഈ നിർണായകമായിട്ടുള്ളൊരു നടപടികളിലേക്ക് ഇപ്പോൾ കടക്കുകയും ചെയ്തത്. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആനന്ദ്കുമാർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. കണ്ണൂർ രജിസ്റ്റർ ചെയ്ത കേസിൽ തിരുവനന്തപുരത്ത് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം നമുക്കറിയാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം ഒരു കേന്ദ്ര ഏജൻസി അടക്കം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ കോടതി ജാമ്യം തള്ളുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. വലിയ ആരോപണങ്ങൾ, അതായത് താൻ അത്തരം ഒരു തെറ്റ് ചെയ്തില്ല, അനന്തകൃഷ്ണനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കരുവാക്കിയെന്ന് അടക്കമുള്ള ആരോപണങ്ങളുമായാണ് അദ്ദേഹം രംഗത്തെത്തിയത്. അദ്ദേഹം ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ കോടതി ചെവിക്കൊണ്ടില്ല. കോടതി കൃത്യമായിട്ടുള്ള നടപടിയിലേക്ക് കടന്നു. സൈറ്റ് ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദ്കുമാർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നടപടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ്. ദേഹാസ്വസ്ഥയെ തുടർന്ന് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. റിനു ശ്രീധറും സായ്കുമാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.